ഫിനിക്സ് ഫ്രണ്ട്സ് ഈ എന്റർടൈൻമെന്റിലോട് ഏവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉദ്ഘാടന ദിവസമായി ഇന്ന് 3 കളികൾ ആണ് നടന്നത്. അപ്പോൾ മൂന്നാമത്തെ കളിയിൽ ഇന്ത്യ USA-നെയാണ് നേരിട്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കളി തന്നെ വമ്പൻ മാർജിനിൽ USA-നെ തോൽപ്പിച്ച് തുടക്കമിടാമെന്നുള്ള ഇന്ത്യയുടെ ധാരണകളൊക്കെ തെറ്റിച്ച് ശരിക്കു പറഞ്ഞാൽ തീ ആയിട്ടാണ് നമ്മുടെ USA കളി തുടങ്ങിയത്. അപ്പോൾ ടോസ് നേടിയ USA ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അവരുടെ ആ തീരുമാനം, ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുക്കുക എന്ന USA-യുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിലാണ് അവരുടെ ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ ശരിക്കു പറഞ്ഞാൽ നിലത്ത് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോളിൽ തന്നെയാണ് അദ്ദേഹം ഡക്കായി പുറത്തു പോവുകയായിരുന്നു. നമ്മുടെ ഇഷാൻ കിഷന് 12 ബോളിൽ 10 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ലൈഫ് കിട്ടിയ ഈസി ക്യാച്ച് അവർ മിസ്സാക്കുകയും അത് മുതലാക്കാൻ നമ്മുടെ ഇഷാന് സാധിച്ചിട്ടില്ല. അദ്ദേഹം 16 ബോളിൽ 20 റൺസ് എടുത്ത് പുറത്താകുകയും ചെയ്തു. തുടർന്ന് വന്ന തിലക് വർമ്മയും സൂര്യകുമാർ യാദവും കളി നല്ല മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സൂര്യകുമാർ യാദവിന് മെല്ലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. നമ്മുടെ തിലക് വർമ്മ നല്ല മികച്ച പ്രകടനത്തോടെ പക്ഷെ 16 ബോളിൽ 25 റൺസ് എടുത്ത് അദ്ദേഹം പുറത്തുപോയി. തുടർന്ന് വന്ന നമ്മുടെ ശിവം ദുബെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ മടങ്ങി. 6 ഓവറിൽ 44 റൺസിന് 4 വിക്കറ്റുകൾ പോയി. ഇന്ത്യയുടെ നില പരുങ്ങലിൽ നിൽക്കുന്ന സമയമാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലാണെങ്കിലും കാണികളാണെങ്കിലും എല്ലാവരും തലയിൽ കൈവച്ച് ഇന്ത്യയുടെ പ്രകടനത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം അത്രയ്ക്ക് മികച്ച പ്രകടനമാണ് USA-യുടെ ബൗളർമാർ കാഴ്ചവെച്ചത്. ഇന്ത്യ പിന്നെ നമ്മുടെ സൂര്യകുമാർ യാദവ് ടീമിനെ മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ റിങ്കു സിംഗ് വന്നു. റിങ്കു സിംഗിനും അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 4-5 റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി. തുടർന്ന് വന്ന ഹാർദിക് പാണ്ഡ്യൻ പെട്ടെന്ന് പോയി. 14 ഓവർ ആയപ്പോഴത്തേക്കും ഇന്ത്യ 80 റൺസിൽ 6 വിക്കറ്റുകളാണ് ഇന്ത്യയുടെ നഷ്ടപ്പെട്ടത്. അക്സർ പട്ടേലും നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ് ആ സമയം ക്രീസിലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സമയം ഒരു 6 ഓവറും കൂടെ ബാക്കിയുള്ളത്. അപ്പോൾ ആ 6 ഓവറിൽ ഒരു 36 ബോളിൽ മാക്സിമം പോയ ഒരു 50 റൺസ് ഇന്ത്യ നേടും. ഒരു 100-130 റൺസിൽ ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കും എന്ന് കരുതിയെടുത്തുനിന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ സ്വന്തം ചുമലിൽ ഇന്ത്യനെ കരകയറ്റി എന്ന് പറയാൻ. ലാസ്റ്റ് 6 ഓവറിൽ ഇന്ത്യ വാരിക്കൂട്ടിയത് 80 റൺസാണ്. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. അതിൽ നമ്മുടെ സൂര്യകുമാർ യാദവ് 49 ബോളിൽ 84 റൺസ് എടുത്തു. 10 ഫോറും 4 സിക്സുമാണ് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നത്. മികച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇന്ത്യ വലിയ സ്കോറല്ല എങ്കിലും, കാരണം ഇന്ത്യയിലാണ്, മുംബൈയിലായിരുന്നു കളി, ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു സ്കോറൊന്നും വന്നിട്ടില്ല. എങ്കിലും USA പോലുള്ളൊരു ടീമിനെതിരെ ഈ സ്കോർ ഒരു മാന്യമായ സ്കോർ എന്ന രീതിയിൽ ഇന്ത്യ എത്തിച്ചിട്ടുണ്ട്. USA-ക്ക് വേണ്ടി ബൗളിങ്ങിൽ തിളങ്ങിയത് ഷാട്ട്ലി 4 ഓവർ 25-ന് 4 വിക്കറ്റുകളാണ് പിഴുതത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ തകർത്ത് കളഞ്ഞത് ഷാട്ട്ലിയാണെന്ന് തന്നെ പറയാം. ഹർമിത് 4 ഓവർ 26 റൺസിന് 2 വിക്കറ്റും. അലി 2 ഓവർ 13-1. തുടക്കത്തിലെ നമ്മുടെ ശർമ്മനെ പുറത്താക്കിയത് അലിയായിരുന്നു. മുഹമ്മദ് മോസിൻ 4 ഓവർ 16 റണ്ണിന് 1. 4 ഓവറിൽ 16 റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ. ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ച്. ഇന്ത്യ അങ്ങനെ 20 ഓവറിൽ 161-9 എന്ന നിലയിലാണ്. ഇപ്പൊ 162 റൺസാണ് നമ്മുടെ USA-ക്ക് ജയിക്കാനുണ്ടായിരുന്നത്. തിരിച്ച് ബാറ്റിംഗ് ആരംഭിച്ച നമ്മുടെ USA-യുടെ തുടക്കം പാളി എന്ന് തന്നെ പറയാം. കാരണം തുടക്കത്തിലെ തന്നെ അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറിയിരുന്നു. അതിനുശേഷം മിലിന്ദ് കുമാർ 34 റൺസും സഞ്ജയ് 37, അവസാന നിമിഷം ആഞ്ഞടിച്ച ശുഭം 37 റൺസും എടുത്തു. പക്ഷേ അന്നേരത്തേക്ക് അവർക്ക് റൺസ് അങ്ങ് എത്തിപ്പിടിക്കാൻ എന്നുള്ള രീതിയിലല്ലായിരുന്നു. ഇന്ത്യൻ ബൗളർമാർ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലാസ്റ്റ് ഓവറിൽ സിറാജ് എറിഞ്ഞ ലാസ്റ്റ് ഓവറിൽ 40 റൺസ് എടുത്ത് വേണമായിരുന്നു USA-ക്ക് ജയിക്കാൻ. അവരിൽ 10 റൺസോ അങ്ങാണ്ട് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു നല്ലൊരു 6ഉം ഒരു 4ഉം അവർ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസാണ് സ്കോർ ചെയ്തത്. ഇന്ത്യ 29 റൺസിന്റെ വിജയം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വമ്പൻ വിജയം എന്ന് പറയാൻ കഴിയില്ല. USA പോലൊരു ടീമിനെതിരെ ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. USA ശരിക്കും പറഞ്ഞാൽ തീയായി എന്ന് തന്നെ പറയാം. അവരുടെ ബൗളർമാർ, USA-യുടെ ബൗളർമാർ ഇന്ത്യനെ ശരിക്കും പറഞ്ഞാൽ കശാപ്പ് ചെയ്തു. ഇന്ത്യ അവിടുന്ന് രക്ഷപ്പെട്ട് കയറുകയായിരുന്നു. അങ്ങനെ USA 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസാണ് സ്കോർ ചെയ്തത്.
ഇന്ത്യൻ നിലയിലെ ബൗളർമാരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഹർഷ്ദീപ് സിംഗ് 4 ഓവർ 18-ന് 2 വിക്കറ്റ്. നമ്മുടെ സിറാജ് 4 ഓവർ 29-ന് 3. കാരണം നമ്മുടെ ഹർഷിത് റാണയ്ക്ക് പകരമാണ് ടീമിലോട്ട് വന്നത്. മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വരുൺ ചക്രവർത്തി 4 ഓവർ 24-ന് 1. അക്സർ പട്ടേൽ 4 ഓവർ 24-ന് 2. നമ്മുടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് ഒന്നും ലഭിച്ചില്ല. അദ്ദേഹം 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ കളിയിൽ ആദ്യത്തെ 14 ഓവർ നമ്മൾ തോറ്റു തുന്നം പാടി നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ യു എസ് എ ശരിക്കും പറഞ്ഞാൽ തീയായി നിന്ന സമയം. അതിനുശേഷം ഈ 14 ഓവറിന് ശേഷമാണ് ഇന്ത്യ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലൊക്കെ ഒന്ന് കളിയിലോട്ട് തിരിച്ചു വന്നത്. തീയായിരുന്നു യു എസ് എങ്കിൽ ഇന്ത്യ തീക്കാറ്റായിട്ടാണ് തിരിച്ചു വന്ന് ആ കളി ഇന്ത്യയുടെ വരുതിയിൽ വരുത്തിയത്. അപ്പോൾ ഇനിയുള്ള കളികളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കളി ഇന്ത്യ അങ്ങനെ വിജയിച്ചു, വലിയ മാർജിനിൽ വിജയിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയ കളിയായിരുന്നു. പക്ഷേ എന്നാലും നമ്മളൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വലിയ വിജയം വരിച്ചിട്ടില്ലെങ്കിലും ഇനിയുള്ള കളികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം, ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ.